ഹലോ, ഞാനിതിലൊരു വഴി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ആ വഴി കാണുന്നില്ല. 2-3 ദിവസം കൊണ്ട് ഈ വഴിയെല്ലാം ഇവിടെ ഇങ്ങനെ ഈ ഒരു ചെടി വന്ന് ഇങ്ങനെ അടച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് പോകണ്ടേ. ഇവിടെ എനിക്ക് കുറച്ച് കറിക്ക് പറിക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. ചീരയുണ്ട്, കയ്പ്പയുടെ വള്ളി മാത്രം കാണുന്നുണ്ട്, പക്ഷെ കയ്പ്പ ഇല്ല. എന്താ 2-3 ദിവസം വരാത്തപ്പോഴേക്ക് ചീരൊക്കെ ഇങ്ങനെ വിത്തായിട്ടുണ്ട്. അപ്പം ഇതൊക്കെ കളയണം. എന്നെങ്കിൽ അല്ലെങ്കിൽ മൂത്ത് പോവും. അപ്പോൾ ഇത് കളഞ്ഞാൽ നല്ല നല്ല ഇലകൾ ഇനി വീണ്ടും വരും. ചീര കണ്ടോ, എന്ത് നല്ല ഇതായിട്ടുണ്ട്. നല്ല ഇത് കളയാത്തതിൻ്റെ ഇത് ഒടിച്ച് കളയായി, പൂവ് വന്നത് ഒടിച്ച് കളയാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിന്. ഒരു പപ്പായ തൈ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. കപ്പ കിളക്കാറായോ എന്ന് നോക്കട്ടെ. ഇല്ല, വർഷകാലത്ത് കപ്പ കിളച്ചെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായില്ല, വെള്ളം നിറഞ്ഞിട്ട്. കണ്ടുണ്ടോ അങ്ങനെ? അല്ല, ഞാനൊരു പരീക്ഷണത്തിനും ഒതുങ്ങുന്നില്ല. എന്തായാലും ഇപ്പോൾ കിളക്കുന്നില്ല. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു പുല്ല് മൂടിയിട്ടുണ്ട്. ഇവിടെയുണ്ട് ഒരു ചീര. ഓരോ കാടിലും ഇങ്ങനെ ചീര ഉണ്ട്. കാടെന്ന് വിചാരിക്കും, പക്ഷെ ഇതിലെല്ലാം ഇങ്ങനെ ചീരയുണ്ട്. ഇത് കപ്പ ഇങ്ങനെ ഒടിഞ്ഞ് കാറ്റത്ത് ഇങ്ങനെ പൊളിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ എൻ്റെ തല കൊത്തി കൊടുത്തതാണ്. അപ്പോൾ ഇപ്പോൾ വീണ്ടും തീർത്തിട്ടുണ്ട് നല്ല വാഴ. അപ്പോൾ ഇവിടെയുണ്ട് കപ്പ. വഴുതനത്തൈ ഉണ്ടായിരുന്നു, നല്ല പിടിച്ചുകൊണ്ടിരുന്നൊരു വഴുതനത്തൈ. മഴക്ക് നല്ല പോയിട്ടുണ്ട്. മഴക്ക് നല്ല മഴ ഉണ്ടായ ആ സമയത്ത് നഷ്ടപ്പെട്ടു. റോസ് കൊത്തിയെടുത്ത് നല്ലതാ തീർത്തിട്ട് വരുന്നുണ്ടോ. ഒട്ടുമായിട്ടുണ്ട്. എല്ലാം തീർത്തിട്ട് വരുന്ന അതിൻ്റെ ആ ഒരു അറ്റത്ത് ഇങ്ങനെ മൊട്ടുണ്ടാവും. അതാണ് ഈ റോസിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് പറയുന്നത് റോസ്